എന്തായാലും ഈ വൈകിയ വേളയിൽ അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അത് അന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നത് അതൊരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നു. പക്ഷേ അന്ന് നടന്ന കാര്യങ്ങൾക്ക് ഒരു മാപ്പ് എന്നുള്ളത് അത് സാധ്യമാവില്ല. കാരണം അന്ന് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള സ്ത്രീകളോ പുരുഷന്മാരോ വയ്യാത്ത ആളുകളോ പ്രായമുള്ളവരോ ഒന്നും നോക്കാതെയുള്ള ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ ഒരു നരനായാട്ട് അവിടെ ശരിക്കും നടന്നിട്ടുണ്ട്. അപ്പോൾ അവരനുഭവിച്ച വേദനയ്ക്ക് ഈ മുഴുവൻ ഭരണ സംവിധാനവും മാപ്പ് പറഞ്ഞാലും അതിന് മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പശ്ചാത്തലം. പക്ഷേ അന്ന് നമ്മൾ ഉന്നയിച്ച ആവശ്യം രാഷ്ട്രീയ ആവശ്യമാണ്, ആളുകൾക്ക് ഭൂമിയിൽ താമസിക്കാനുള്ള അവകാശത്തിന് വേണ്ടി. അത് എത്രയും പെട്ടെന്ന് കൊടുത്ത് ഈ ആളുകളെയൊക്കെ ഭൂമിയുടെ അവകാശികളായിട്ട് മാറ്റുന്നതെങ്കിൽ അതിന് കിട്ടുന്ന ഒരു മാപ്പും മാനവും അത് വേറെ തന്നെ, അതിൻ്റെ വ്യാപ്തിയും വലുതാണ്. അപ്പോൾ അത്തരം ഒരു ഇടപെടലാണ് ശരിക്കും വളരെ ശക്തമായിട്ട് നടത്തേണ്ടത്. ഇപ്പോഴും ആ മുത്തങ്ങയിൽ നമ്മൾ നിൽപ്പ് സമരം നടത്തിയ സമയത്ത് മുത്തങ്ങയ്ക്ക് വേണ്ടി ഒരു പാക്കേജ്, അത് UDF ഗവൺമെൻറ് തന്നെയാണ് ആ പാക്കേജും പാസ്സാക്കിയത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോഴാണ് പാസ്സാക്കി. എന്നിട്ട് 283 പേർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സെലക്ട് ചെയ്തു. പല സ്ഥലത്തും ഭൂമി കണ്ടെത്തി കാര്യങ്ങൾ ചെയ്തെങ്കിലും പക്ഷേ ഈ ഭൂമി എവിടെയാണ്, ഇന്നതാണ് ഇന്ന ആളുകളുടെ പ്ലോട്ട് എന്നുള്ള രീതിയിൽ ആർക്കും കൊടുത്തിട്ടില്ല. അതിപ്പോഴും കാണിക്കാതെ ഇപ്പോഴും ആളുകൾ കോളനിയിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാക്കണം. അങ്ങനെ മാറ്റമുണ്ടാവാൻ മനസ്സുകൊണ്ട് ആളുകൾക്ക് എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ശരിക്കും എത്രയും പെട്ടെന്ന് നടത്തേണ്ടത്. എന്തായാലും ഈ വൈകി അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായതിൽ സ്വാഗതാർഹമാണ്. എന്തായാലും ഈ ഭൂമിയുടെ കാര്യത്തിൽ ഇടപെടലും കൊടുക്കലും ഒക്കെ നടന്നത് UDFൻ്റെ കാലത്ത് തന്നെയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ആ സമയത്താണ് സമരത്തിൻ്റെ കരാറും വ്യവസ്ഥയും ഉണ്ടാക്കുന്ന ഭൂമി വിതരണം ആരംഭിക്കുന്നതൊക്കെ. അതൊക്കെ ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു സംഭവം ഇവിടെ നടന്നത് എന്തായാലും അത് വളരെ മോശമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ്. അതിനെ നമുക്ക് എന്തു പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റില്ല. ശരിക്കും പോലീസിൻ്റെ ക്രൂരത ഇപ്പോൾ അതിനുശേഷം ഇപ്പോഴും ആളുകൾ കേസുമായിട്ട് കോടതിയിൽ കയറി ഇറങ്ങി നടക്കുവാണ്. ഇത്ര വർഷമായിട്ടും ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല. അന്നത്തെ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ഇപ്പോൾ നിത്യം കൂലിപ്പണിയെടുത്ത് ഉപജീവനം കഴിയുന്ന ആളുകളാണ്. അവർക്ക് പണിക്ക് പോകാൻ പോലും പറ്റാത്ത ഒരുപാട് അവസ്ഥകളും വേദനകളും അവർ നിരന്തരമായിട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെയാണ് ഒരു മാപ്പ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുക? അതുകൊണ്ട് അതിന് മാപ്പൊന്നും നമുക്ക് ഇതിന് അർഹിക്കുന്നില്ല. ഇത്തരം സംഭവങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം. ആ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് നമ്മൾ ഇത്രയൊക്കെ വേദന അനുഭവിച്ചെങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടി എന്നുള്ള രീതിയിൽ അവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിച്ചേക്കും. അങ്ങനെ ഒരു ഇടപെടൽ വരുമ്പോൾ അപ്പോൾ അതാണ് ശരിക്കും എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്.